ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഷുഡ്. നമുക്കറിയാം, ഷുഡ് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വെർബാണ്. അപ്പോൾ ഈ ഷുഡിൻ്റെ കൂടെ ഡിഫറൻറ്റ് പ്രൈമറി ഓക്സിലറി വെർബ്സ് അതോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻറ്റ് ഫോംസോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് പ്രകാരമാണ് മാറുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതായത് ഷുഡ് തന്നെയോ അല്ലെങ്കിൽ ഷുഡ് ബി, ഷുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ഹാഡ്, ഷുഡ് ഹാവ് ടു, ഷുഡ് ഹാവ് ഹാഡ് ടു, ഷുഡ് ഹാവ് ടു ഹാവ് എന്നിവയുടെ മീനിങ്ങും അവ ചേർന്ന് വരുന്ന എക്സാമ്പിൾസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷുഡ് മാത്രമായിട്ട് വന്നാൽ അതിൻ്റെ മീനിങ് ചെയ്യണം എന്നുള്ളതാണ്. എക്സാമ്പിൾ, യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്, അതായത് നീ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണം. അടുത്തത് ഷുഡ് ബിക്ക് നമ്മൾ രണ്ട് മീനിങ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതിലാദ്യത്തേത് ഉണ്ടായിരിക്കണം എന്നുള്ള അർത്ഥത്തിൽ, ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദർ ഷുഡ് ബി എ കോമ ഹിയർ, എന്താണ്, ഇവിടെ ഒരു കോമ ഉണ്ടായിരിക്കണം. നമ്മൾ കുട്ടികളോട് പറയാം പഠിപ്പിക്കുന്ന സമയത്ത്, അപ്പോൾ ഇവിടെ ഒരു കോമ വേണം, അല്ലെ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത മീനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്തിരിക്കണം. എക്സാമ്പിൾ, ഹി ഷുഡ് ബി സെൻഡ് ടു ജയിൽ ഇമ്മീഡിയറ്റ്ലി. അതിൻ്റെ മീനിങ് അവനെ ഉടനെ തന്നെ ജയിലിലേക്ക് അയച്ചിരിക്കണം. ഹി ഷുഡ് ബി സെൻഡ് ടു ജയിൽ ഇമ്മീഡിയറ്റ്ലി. അത് മനസ്സിലായല്ലോ. അടുത്തത് ഷുഡ് ഹാവ് എന്ന് പറയുന്നതിനും നമ്മൾ രണ്ട് മീനിങ്സാണ് ഉള്ളത്. ആദ്യത്തേത് അടുത്ത് ഉണ്ടായിരിക്കണം, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അല്ലെ അടുത്തുണ്ടായിരിക്കണം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആദ്യത്തെ മീനിങ് വരുന്നത്. എക്സാമ്പിൾ, ഹീ ഷുഡ് ഹാവ് സം മണി. അതിൻ്റെ മീനിങ് എന്താണ്? അവന് കുറച്ച് പൈസ ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ നമ്മുടെ കണ്ടീഷൻസ് പറയുക. ഇത് സാധാരണയായിട്ട് മാരേജ് പ്രൊപ്പോസൽസ് ഒക്കെ വരുമ്പം നമുക്ക് യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസാണ്. ഇനി അടുത്തത് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു മീനിങ് കൂടി ഷുഡ് ഹാവിന് ഉണ്ട്. അതായത് എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഹാവ് ലിസൺഡ് ടു ദ ടീച്ചർ, അതായത് നീ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കണമായിരുന്നു. അതായത് യു ഷുഡ് ഹാവ് ലിസൺ ടു ദ ടീച്ചർ. അപ്പോൾ ഈ രണ്ട് മീനിങ്ങും മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് ഹാവ് ബീനും രണ്ട് മീനിങ്സാണ് ഉള്ളത്. ഒന്നാമത്തേത് ഉണ്ടാകേണ്ടതായിരുന്നു. എക്സാമ്പിൾ, യു ഷുഡ് ഹാവ് ബീൻ അറ്റ് ഹോം, നീ വീട്ടിൽ ഉണ്ടാകേണ്ടതായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ അറ്റ് ഹോം. അടുത്തത് ചെയ്യേണ്ടതായിരുന്നു. അതെങ്ങനെ പറയാം? ഹീ ഷുഡ് ഹാവ് ബീൻ സെൻഡ് ടു ജയിൽ, അവനെ ജയിലിലേക്ക് അയക്കേണ്ടതായിരുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുഡ് ഹാവ് ഹാഡ്. അതിന് ഒരു മീനിങ് നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത് ഉണ്ടാകണമായിരുന്നു, അല്ലെ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഷുഡ് ഹാവ് ഹാഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഷുഡ് ഹാവ് ഹാഡ് എ കാർ, അവന് ഒരു കാറ് ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഷുഡ് ഹാവ് ഹാഡ്. അടുത്തതിലോട്ട് പോകാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഷുഡ് ഹാവ് ടുവിൻ്റെ മീനിങ്ങും നമ്മൾ നേരത്തെ പഠിച്ച ഷുഡ് എന്നുള്ളതുമായിട്ട് ഏകദേശമൊക്കെ സിമിലറാണ്. ചെയ്യണം. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഹാവ് ടു ഗോ ദെയർ, മീനിങ് നിങ്ങൾ അവിടെ പോകണം എന്നുള്ളതാണ് യു ഷുഡ് ഹാവ് ടു ഗോ ദെയർ എന്നുള്ളതിൻ്റെ അർത്ഥം. അടുത്തത് ഷുഡ് ഹാവ് ഹാഡ് ടു. അതിൻ്റെ മീനിങ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഹാവ് ഹാഡ് ടു
ബൈ എ ലാപ്ടോപ്പ്. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വാങ്ങണമായിരുന്നു. മനസ്സിലായല്ലോ, നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങണമായിരുന്നു. അടുത്തത് ലാസ്റ്റ് വണ്ണാണ് ഷുഡ് ഹാവ് ടു ഹാവ്. ഷുഡ് ഹാവ് ടു ഹാവ്, അടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അല്ലെ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ മനസ്സിലാകും. വി ഷുഡ് ഹാവ് ടു ഹാവ് ദിസ് ബുക്ക് ഇഫ് വി വാണ്ട് ടു ലേൺ മാത്സ് ഇൻ ഡീറ്റെയിൽ. അതിൻ്റെ മീനിങ് എന്താണ്? മാത്സ് ശരിക്ക് പഠിക്കണമെങ്കിൽ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച മോഡൽ ഓക്സിലറി വെർബായിട്ടുള്ള ഷുഡിൻ്റെ കൂടെ പ്രൈമറി ഓക്സിലറി വെർബോ അല്ലെ അതിൻ്റെ ഡിഫറൻറ്റ് ഫോംസോ വരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.